ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള TKM കോളേജ് ട്രസ്റ്റ് അംഗം പ്രിയപ്പെട്ട ശ്രീ അഫ്സൽ മുസ്ലിയാർ ജെ, ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കോളേജിന്റെ ബഹുമാന്യായ പ്രിൻസിപ്പൽ ഡോക്ടർ MJ ഷീബ, അതുപോലെ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള സീനിയർ റീജിയണൽ മാനേജർ മാതൃഭൂമി ശ്രീ NS വിനോദ് കുമാർ, ശ്രീ PV ജ്യോതി, ശ്രീ G സജിത് കുമാർ, അനുമോൾ, അതുപോലെ ശ്രീ രാജീവ്, NSSന്റെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുൽഫിയ സമദ്, അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, 2030 ഇന്ത്യയുടെ രാഷ്ട്രീയവും നിയമനിർമ്മാണ സഭകളുടെ പ്രസക്തിയും അല്ലെങ്കിൽ പ്രവർത്തനവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നോട് പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യ അറ്റ് 2030 എന്നുള്ളതാണ് 2030 ഇന്ത്യ. അത് കലയും സാഹിത്യവും രാഷ്ട്രീയവും ശാസ്ത്രവും സാങ്കേതിക രംഗവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് 2030 6 വർഷം കഴിഞ്ഞുള്ള അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ചർച്ച മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്ഷരോത്സവത്തിൽ, അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ നടക്കാൻ പോകുന്നതിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇന്ന് ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും നിയമനിർമ്മാണ സഭയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ രാജ്യം പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. ആ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം രൂപപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന പ്രതിനിധീകരിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന ഉറപ്പു നൽകുന്ന ഭരണ സംവിധാനം, ജനാധിപത്യ സംവിധാനം തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവേണൻസ് അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഭരണക്രമമാണ്. 47 ശേഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ 75-78 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, അതാണ് ഇന്ത്യ. നമ്മൾ എന്തെല്ലാം ന്യൂനതകളും ആക്ഷേപങ്ങളും പോരായ്മകളും കുറവുകളും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനുണ്ടെങ്കിൽ പോലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ 75-78 വർഷക്കാലം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉലച്ചിൽ തട്ടാതെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ്, ശക്തിയാണ്. ആ ജനാധിപത്യ പ്രക്രിയയെ പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് സത്യത്തിൽ നമ്മുടെ ഏറ്റവും ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന, ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭഗവത്ഗീതയെന്നോ അല്ലെങ്കിൽ അടിസ്ഥാന പ്രത്യയശാസ്ത്രം നമ്മുടെ ഭരണഘടനയാണ്. 1950 ജനുവരി 26 നാം തന്നെ പ്രസിദ്ധീകരിച്ച, നമുക്ക് വേണ്ടി നാം തന്നെ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ ആ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിലൂടെയാണ് ഈ കഴിഞ്ഞ 75-78 വർഷക്കാലം ഇന്ത്യ കടന്നുപോയിട്ടുള്ളത്. ആ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ ദീർഘമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലുള്ള ജനാധിപത്യ സംവിധാനമാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി. അമേരിക്കയിൽ നിങ്ങൾക്കറിയാം, ശ്രീ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അധികാരം ഏറ്റുകഴിഞ്ഞ ഉടൻ തന്നെ 232 എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ഇറക്കിയത്. അതിൽ പ്രധാനപ്പെട്ട 3 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നമ്മുടെ രാജ്യത്തെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഉത്തരവുകളാണ്.
ഞാൻ അതിന്റെയും വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. അവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസിയാണ്. പാർലമെന്റ് വേണ്ട, പ്രസിഡൻഷ്യന് എക്സിക്യൂട്ടീവ് അതോറിറ്റി നൽകുന്ന, അധികാരങ്ങൾ നൽകുന്ന, എന്നാൽ ജനാധിപത്യ സംവിധാനമാണ്. തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ ഭരണ സംവിധാനമാണ്. ബട്ട് ഇറ്റ് ഈസ് എ പ്രസിഡൻഷ്യൽ ഡെമോക്രസി. ദ പ്രസിഡന്റ് ഈസ് ഡയറക്ട്ലി എലക്ടഡ് ഫ്രം ദ പീപ്പിൾ. നമ്മളിവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈസ് ഡയറക്ട്ലി എലക്ടഡ് ഫ്രം ദ പീപ്പിൾ അല്ല, ത്രൂ ദ പാർലമെന്റ്. അപ്പൊ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ ജനാധിപത്യ വ്യവസ്ഥയും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ന ഡിബേറ്റ് ഏത് സെലക്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ ബഹുസ്വരത നിലനിൽക്കുന്ന, വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന, ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം ഒരു ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയാണ് എന്ന പൊതു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ പ്രിൻസിപ്പിൾസ് അംഗീകരിക്കുന്ന, എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ഫെഡറൽ ജനാധിപത്യ സ്വഭാവം അംഗീകരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണനിർവഹണം നടത്തുന്ന ഒരു ഭരണ സംവിധാനമായി നമ്മൾ രൂപപ്പെട്ടത്. എന്താണ് പാർലമെന്റിന്റെ ഫങ്ഷൻസ്, നിയമസഭയുടെ ഫങ്ഷൻസ്? നിയമനിർമ്മാണ സഭ എന്ന് പൊതുവെ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ലെജിസ്ലേച്ചർ. ദാറ്റ് മീൻസ് നിയമനിർമ്മാണ സഭ. കേന്ദ്രത്തിൽ അത് പാർലമെന്റ്, സംസ്ഥാനത്ത് അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആ നിയമനിർമ്മാണ സഭകൾ എന്ന് പറഞ്ഞാൽ ദ ഗവൺമെന്റ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്. വിശദീകരിച്ച് സംസാരിക്കാനുള്ള സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. 3 ഓർഗൻസ് ആണുള്ളത്: എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ. ഇത് 3ഉം ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമാണ്, പരമാധികാരമുള്ളതാണ്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ. ആൻഡ് ഇത് 3ഉം സെപ്പറേറ്റ് ആണ്. അതിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണം നടത്തുന്ന സംവിധാനം. നമ്മുടെ പ്രധാനമന്ത്രി മുതൽ താഴെ തലത്തിൽ പിയൂൺ വരെ, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വരെയുള്ള എക്സിക്യൂട്ടീവ്, ബ്യൂറോക്രസി അല്ലെങ്കിൽ ഭരണനിർവഹണ സമിതി. ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ, ജുഡീഷ്യറി കോടതി. ഈ 3 അവയവങ്ങളാണ് ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എങ്കിൽ 3ഉം ഇൻ ദെയർ ഓൺ സ്പിയേഴ്സ് ദേ ആർ സുപ്രീം, ദേ ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് സെപ്പറേറ്റ്. ഇതാണ് നമ്മുടെ ഭരണഘടന, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഭരണ സംവിധാനം. അതിൽ പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, ദ ഗവൺമെന്റ് ഈസ് സെലക്ടഡ് ഫ്രം ദ പാർലമെന്റ് ഓർ ഫ്രം ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സോ ദ ഗവൺമെന്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ത്രൂ ദ പാർലമെന്റ് ഓർ ത്രൂ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്? ത്രൂ ദ പാർലമെന്റ് അല്ലെങ്കിൽ ത്രൂ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആസ് ഫാർ ആസ് ദ സ്റ്റേറ്റ് ഈസ് കൺസേൺ. അതാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ രത്ന ചുരുക്കമാണ് ഞാൻ സൂചിപ്പിച്ചത്. ജനങ്ങളോട് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഈ പറയുന്ന പാർലമെന്റിലൂടെയാണ്. കാരണം ഗവൺമെന്റ് ഈസ് ആൻസറബിൾ ടു ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. ചോദ്യം ചോദിക്കാൻ, ഗവൺമെന്റിനെ പ്രതിരോധിക്കാൻ, ഗവൺമെന്റിന്റെ ചെയ്തികളെ, ഗവൺമെന്റിന്റെ ആക്ഷൻസിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അധികാരം, അവകാശം നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. അപ്പൊ നിയമനിർമ്മാണ സഭയുടെ ഫങ്ഷൻസ് കേവലം നിയമനിർമ്മാണം മാത്രമല്ല, ടു എൻഷുർ ദാറ്റ് ദ ഗവൺമെന്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഗവൺമെന്റിന്റെ എല്ലാ ആക്ഷൻസും, എല്ലാ നടപടികളും ചോദ്യം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്, നിയമസഭയ്ക്കുണ്ട്. അതുപോലെ തന്നെ നിയമനിർമ്മാണാധികാരം മീൻസ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. അതുപോലെ തന്നെ ബഡ്ജറ്റ്, ഒരു വർഷത്തെ ധനകാര്യ ബഡ്ജറ്റും ഫൈനാൻഷ്യൽ മാറ്റേഴ്സും മുഴുവൻ സ്ക്രൂട്ടണി ചെയ്യുന്നത് പാർലമെന്റാണ്, നിയമസഭയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ വോട്ടിനിട്ട് പാസാക്കി കൊടുക്കുന്ന തുക മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ. അപ്പോൾ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് വെരി ഹൈ. ഇറ്റ് ഈസ് സുപ്രീം പവേഴ്സ്. ഇവിടെ പ്രധാനമന്ത്രി മുതൽ ഇവിടെ താഴെ തലം വരെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ശമ്പളമായാലും വികസന പ്രവർത്തനമായാലും ചെലവഴിക്കുന്ന ഓരോ നയാ പൈസയും പാർലമെന്റ് സാങ്ഷൻ ചെയ്യുന്നതാണ്, ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭ സാങ്ഷൻ ചെയ്യുന്നതാണ്.
അതുകൊണ്ടാണ് ബഡ്ജറ്റ് പാസ്സാക്കേണ്ടത് ആരാണ്? ബഡ്ജറ്റ് പാസ്സാക്കേണ്ടത് സംസ്ഥാന നിയമസഭയും പാർലമെന്റുമാണ്. അപ്പൊ പലപ്പോഴും ലെജിസ്ലേച്ചറിനെ സംബന്ധിച്ചും പാർലമെന്റിനെ സംബന്ധിച്ചും നമ്മൾ കാണുന്നത് കേവലം ഞാൻ ഒരു തർക്കവുമുണ്ട്, ദ ഫസ്റ്റ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ of the parliament and the legislative assembly is to make law. നിയമനിർമ്മാണം തന്നെയാണ് നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട ചുമതല. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, to ensure that the government is accountable to the people through the parliament, through the legislative assembly. നിങ്ങൾ വോട്ട് ചെയ്യുന്നു, 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്നു, ഒരു ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്നു, നിങ്ങൾ എം പിമാരെ എലക്ട് ചെയ്യുന്നു. 543 അംഗ പാർലമെന്റിൽ 273 അംഗങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയും മുന്നണിയും ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം, നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള അവസരമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഗവൺമെന്റിനോട് ചോദിക്കാൻ, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ, ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ, ഉത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാക്കി മാറ്റി തീർക്കുന്നത് ത്രൂ യുവർ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ആണ്, എത്ര സിഗ്നിഫിക്കന്റ് ആണ് ജനപ്രതിനിധികൾ. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആ ഉത്തരവാദിത്വം ഫലപ്രദമായി ജനപ്രതിനിധികൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഞാൻ പറയുന്നത് സെൽഫ് ക്രിറ്റിസിസത്തോടു കൂടി തന്നെ പറയാം, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആധുനിക കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജനപ്രതിനിധികളിൽ നിക്ഷിപ്തമായിട്ടുള്ള മൗലികമായ ഉത്തരവാദിത്വം നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലയളവിൽ നിർവഹിക്കപ്പെടുന്നില്ല. അതാണ് 2030 ഭാവിയിൽ മാറേണ്ടത്. എന്താണ് പാർലമെന്റ് ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ പറയും, ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ദ പീപ്പിൾ. പാർലമെന്റ് റിഫ്ലക്ട്സ് ദ വിൽ ഓഫ് ദ പീപ്പിൾ. ജനാഭിലാഷം പ്രതിഫലിക്കുന്ന സഭയാണ് പാർലമെന്റും നിയമസഭയും. ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, പ്രതിഫലിക്കേണ്ടുന്ന സഭയാണ് ജനപ്രതിനിധി സഭയായിട്ടുള്ള പാർലമെന്റും നിയമസഭയും നിയമനിർമ്മാണ സഭകൾ. അപ്പൊ അവിടെ നിർമ്മിക്കുന്ന നിയമങ്ങൾ, അവിടെ രൂപപ്പെടുന്ന നയങ്ങൾ, അവിടുത്തെ ഗവൺമെന്റിന്റെ നിലപാടുകൾ, ഇതെല്ലാം ജനാഭിലാഷത്തിന് വിധേയമായിരിക്കണം, ഭരണഘടനാനുസൃതമായിരിക്കണം. ഭരണഘടനാനുസൃതമായും ജനാഭിലാഷത്തിന് വിധേയമായിട്ടുമാണോ ഈ നിയമം എന്ന് സൂക്ഷ്മതലത്തിൽ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമാർക്ക്? ആ ഉത്തരവാദിത്വം നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കാണ്. ഞാൻ 1-2 അനുഭവങ്ങൾ, ഒരു നിയമത്തിന്റെ കോൺസിക്വൻസസ് വളരെ വളരെ വലുതാണ്, നിസ്സാരമല്ല. അതൊക്കെ പറയാനുള്ള സമയമില്ല. വേണമെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രാക്ടീസിനെ സംബന്ധിച്ച് താല്പര്യമുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചാൽ ഞാൻ വരാൻ സംസാരിക്കാൻ തയ്യാറാണ്. ഒരു നിയമം 3 പ്രാവശ്യമാണ്, 3 റീഡിംഗ് ആണ് ഒരു നിയമം. ഫസ്റ്റ് റീഡിംഗ്, ദാറ്റ് മീൻസ് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ ഒരു പൊതു ചർച്ച. അത് കഴിഞ്ഞതിന് ശേഷം ബില്ലിന്റെ കൺസിഡറേഷൻ സ്റ്റേജ്, ബില്ല് പരിഗണനയ്ക്ക് എടുക്കുന്നു, അപ്പൊ വിശദമായിട്ടുള്ള ചർച്ച. 3ാമത് ബില്ല് പാസ്സാക്കുന്നു, അത് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഈച്ച് ആൻഡ് എവരി കോമ, ഫുൾ സ്റ്റോപ്പ്, ക്ലോസ് ബൈ ക്ലോസ്, ഇൻ ഡെപ്ത് ഡിബേറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധമായും മൈക്രോസ്കോപ്പിക് സ്ക്രൂട്ടണി ഓഫ് ഈച്ച് ആൻഡ് എവരി പ്രൊവിഷൻസ് ഓഫ് ദ ബിൽ ഹാസ് ടു ബി ഡൺ എന്ന് മാൻഡേറ്ററി ആയി പറയുന്നതിന്റെ കാരണം, ഒരു ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്ന് മാറിയാൽ മതി, കോമയൊന്ന് മാറിയാൽ മതി, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വളരെ വലുതായിരിക്കും. ഞാൻ 1-2 ഉദാഹരണം, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ 1-2 ഉദാഹരണം. ഒരു റെയിൽവേ ആക്സിഡന്റ്സ് കോമ്പൻസേഷൻ ബിൽ പാർലമെന്റിൽ വന്നു, 16ാം ലോക്സഭയിലാണ്. ആ ബില്ല് വന്നപ്പോൾ ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ ഇതാണ്: തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വാതിലിൽ നിന്നാണ് താഴേക്ക് വീഴുന്നതെങ്കിൽ അങ്ങനെ അപകടം പറ്റി പരിക്ക് പറ്റിയ ഒരാൾക്ക്, മരണപ്പെട്ട ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ റെയിൽവേ ഉത്തരവാദിയല്ല. കാരണം റെയിൽവേയുടെ വാതുക്കൽ നിന്ന് സഞ്ചരിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. ബില്ല് വന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, കൺസിഡറേഷൻ സ്റ്റേജ് എത്തി,
ചർച്ച ചെയ്ത് വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിച്ചു, പിന്നല്ലാതെ എങ്ങനെയാണ് റെയിൽവേയിൽ അപകടം പറ്റുന്നത്? ഈ റെയിൽ വാതിക്കൽ അല്ലെങ്കിൽ റെയിലിന്റെ ഡോറിന്റെ ഭാഗത്ത് നിന്നല്ലാതെ താഴേക്ക് വീഴാൻ ഒരു മാർഗവും ഇല്ല. വിൻഡോ വഴി ഒരു കാരണവശാലും പോകില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റെയിൽവേയിൽ വെച്ച് റെയിൽ യാത്രക്കിടയിൽ പരിക്ക് പറ്റുന്ന ഒരാൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. നിസ്സാരമായ കാര്യമാണ്. ഞാൻ ഈ വിഷയം ഉന്നയിച്ചു, ചർച്ച ചെയ്തു. അപ്പോഴാണ് സഭയുടെ ശ്രദ്ധയിലേക്ക് വിഷയം വരുന്നത്. വലിയ ചർച്ചയായി, വിവാദമായി. മന്ത്രിക്ക് മറുപടി പറയാനില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, പിന്നെ ഏത് ആക്സിഡന്റിനാണ് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അല്ലാതെയുള്ള ആക്സിഡന്റ് വേറെ. ഇത് തീവണ്ടി യാത്രക്കിടയിൽ വീട് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ പറ്റുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തെ സംബന്ധിച്ച് വന്നപ്പോഴുള്ള ചർച്ചയാണ്. ചർച്ച വന്നപ്പോൾ നേരെ ടേൺ അറൗണ്ട് ചെയ്തു. അവസാനം ഗവൺമെന്റിന് ബില്ല് വിഡ്രോ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, അവിടെ പാർലമെന്റിൽ സംസാരിക്കാൻ എനിക്കൊക്കെ അവസരം കിട്ടുന്ന ലാസ്റ്റാണ്. പാർട്ടിയുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ചർച്ചയ്ക്കുള്ള സമയം വീതം വെച്ച് നൽകുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഞാൻ സിംഗിൾ പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ ഏറ്റവും അവസാനമാണ് ചാൻസ് കിട്ടുന്നത്. ആ അവസാനം ചാൻസ് കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തപ്പോൾ സഭയിൽ ഒന്നടങ്കം ഇത് ശ്രദ്ധേയമായി മാറി. അവസാനം ആ ബില്ല് പരിഗണനയ്ക്കെടുക്കുന്ന സമയത്ത് പിറ്റേ ദിവസം മന്ത്രി വന്ന് പറഞ്ഞു, ബില്ലിൽ ചില പോരായ്മകളുണ്ട്, വി ആർ വിഡ്രോയിങ് ദ ബിൽ. അതിന് സഭ പെർമിഷൻ. പിന്നെ ആ ബില്ല് വെളിച്ചം കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ആയിരക്കണക്കിന് പാവപ്പെട്ടവർ, തീവണ്ടിയിൽ നിന്ന് വീണ് പരുക്ക് പറ്റുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആ ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവൻ നഷ്ടപരിഹാരം കിട്ടില്ല. അപ്പൊ എത്ര സൂക്ഷ്മതല സ്പർശിയായി ഓരോ വകുപ്പുകളും പരിശോധിച്ച് വേണം നിയമനിർമ്മാണം നടത്താൻ എന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചതാണ്. മറ്റൊരു ഉദാഹരണം പാർലമെന്റിൽ ഞാൻ തന്നെ അവതരിപ്പിച്ചതാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. എംപ്ലോയീസ് പെൻഷൻ സ്കീം, പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ചതാണ്. അത് 9 ദിവസം ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തു. മന്ത്രി മറുപടി പറഞ്ഞു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നടപടികൾ ഉണ്ടായി. എത്ര പേർ? 98 ലക്ഷം പേർക്കാണ് ഞാൻ അവതരിപ്പിച്ച ഒരു സ്വകാര്യ പ്രമേയത്തിന്മേലുള്ള മന്ത്രിയുടെ മറുപടിയുടെ ഭാഗമായി ബെനഫിറ്റ് ഉണ്ടായത്, പ്രയോജനമുണ്ടായത്. ഇപ്പോഴും അതിന്റെ ഇമ്പാക്ട്, ഇപ്പോഴും നിങ്ങൾ പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, PF-ന്റെ പെൻഷനുമായി ബന്ധപ്പെട്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായത്. ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു പാർലമെന്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്? വളരെ വളരെ വലുതാണ്. അവിടെ ഉന്നയിക്കുന്ന ഒരു സബ്മിഷൻ, അവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഗൗരവതരമായി കാണുമെന്ന് മാത്രമല്ല, അവിടെ ഉന്നയിക്കുന്ന ഭേദഗതികൾ, ഇതിന്റെയൊക്കെ ഇമ്പാക്ട് ഭരണകൂടത്തെ, ഗവൺമെന്റിനെ അലർട്ട് ചെയ്യാൻ, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, ഗവൺമെന്റിന് അബദ്ധം പറ്റിയതാണെങ്കിൽ, അറിയാതെ പറ്റിയതാണെങ്കിൽ അത് തിരുത്താൻ, ബോധപൂർവമായിട്ടാണ് ഗവൺമെന്റ് ഒരു ജനവിരുദ്ധ നയവുമായി മുന്നോട്ട് വരുന്നതെങ്കിൽ അത് ഗവൺമെന്റിന്റെ ജനവിരുദ്ധതയെ തുറന്നു കാണിക്കാൻ, അതുവഴി പബ്ലിക്കിന്, ജനങ്ങളുടെ മുമ്പിൽ അവബോധം സൃഷ്ടിക്കാൻ, അങ്ങനെ എല്ലാ രൂപത്തിലും ഒരു ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഒരു ഗവൺമെന്റിനെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും നിറവേറ്റാൻ നിർബന്ധിതമാക്കുന്ന നിലയിലുള്ള അതിശക്തമായിട്ടുള്ള മാറ്റം സംഭവിക്കാൻ പാർലമെന്ററി രംഗത്തെ ഇടപെടലിലൂടെ ജനപ്രതിനിധികൾക്ക് കഴിയും, പാർലമെന്റിന് കഴിയും. നിങ്ങൾക്കറിയാം, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലയളവിലാണ് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് 3 ബില്ലുകൾ പാസ്സാക്കി. നിങ്ങൾക്കറിയാം, രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി രാഷ്ട്രപതിയുടെ അസന്റ് കിട്ടുമ്പോഴാണ് ഒരു ബില്ല് നിയമമായി തീരുന്നത്. ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം. രണ്ടുപേരും പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് രാഷ്ട്രപതിക്ക് പോയി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ഒരു ബിൽ നിയമമാകുന്നത്. ആക്ട് ആകുന്നത്, സ്റ്റാറ്റ്യൂട്ട് ആകുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ്. പിന്നെ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുമ്പോൾ എന്ന് മുതലാണോ അന്ന് മുതൽ അത് നിലവിൽ വരും. ഇതാണ് നിയമനിർമ്മാണ രംഗത്തെ സംക്ഷിപ്തം. ഞാൻ പറഞ്ഞു വന്നത്, ആ നിയമനിർമ്മാണ രംഗത്തുണ്ടാകുന്ന സാധ്യതകൾ വളരെ വളരെ വലുതാണ്. ആ നിയമം നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷ്മതയോടുകൂടി വിശദമായ പഠനത്തിന് വിധേയമാക്കി സ്ക്രൂട്ടിനി നടത്തി വേണം ഈ നിയമനിർമ്മാണം നടത്താൻ. അതുപോലെ ബഡ്ജറ്ററി ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫിസ്ക്കൽ ഫങ്ഷൻസ് ഓഫ് ദ പാർലമെന്റ്,
അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ, ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വേദി എന്ന നിലയിൽ ആ ജനാധിപത്യ വേദി, ജനാധിപത്യ സംവിധാനത്തെ വേണ്ട തരത്തിൽ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 കാർഷിക ബില്ലുകൾ പിൻവലിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? അതിശക്തമായിട്ടുള്ള ജനകീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 1 വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരം. അപ്പം ജനങ്ങൾ ജനാഭിലാഷത്തിന് വിധേയമാകണം നിയമം, ഭരണഘടനാനുസൃതമായിരിക്കണം നിയമം. ഭരണഘടനാനുസൃതമാണോ, ജനതാൽപര്യത്തിന് അനുരോധമാണോ, ഇത് പരിശോധിക്കേണ്ടതും പരിശോധിച്ച് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആ നയപരമായ മാറ്റത്തിന്, നിയമനിർമ്മാണത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ വലിയ ഉത്തരവാദിത്വവും ചുമതലയും ഉള്ളവരാണ് ജനപ്രതിനിധികളായി നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർ. നിർഭാഗ്യവശാൽ ആ കാര്യങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ജാഗ്രതാപൂർവമായിട്ടുള്ള ഇടപെടൽ ഇന്നുണ്ടാകുന്നില്ല. അതിനാണ് ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകേണ്ടത്. ഇന്ന് നിങ്ങൾക്കറിയാം, വികസനോന്മുഖ പ്രവർത്തനങ്ങൾ, അതുപോലെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത്, തെരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലത്തിലെ MLA-യുടെ MP-യുടെ സജീവമായ സാന്നിധ്യം, മരണം, കല്യാണം, മറ്റു ചടങ്ങുകൾ, അതുപോലെ ഫങ്ഷൻസ്, ഇതിലൊക്കെ പോകുന്നതിനാണ് പ്രാമുഖ്യം. കാരണം അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ചോദിക്കും, കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അംഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഓർ ഓഫ് എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പക്ഷെ ഇന്ന് അതാണോ? ഇന്ന് പാർലമെന്റ് നടന്നാലും നിയമസഭ നടന്നാലും നിയോജക മണ്ഡലത്തിൽ ജനപ്രതിനിധിയുടെ സാന്നിധ്യമില്ലെങ്കിൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോയാൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്ന് കൂടുതൽ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനപ്രതിനിധിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, 1. 2, വികസന പ്രവർത്തനങ്ങൾ പരമാവധി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് രണ്ടും വരുമ്പോൾ, ഞാൻ കുറ്റം പറയാം, രണ്ടും വേണം. ഇത് രണ്ടും വരുമ്പോൾ നിയമനിർമ്മാണ രംഗത്തും നയരൂപീകരണ പ്രക്രിയയിലും മൗലികമായ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ മൗലികമായ ചുമതലയായ ഭരണകൂടത്തെ, ഗവൺമെന്റിനെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതാക്കി മാറ്റി തീർക്കാനുള്ള മൗലികമായ ദൗത്യം നിർഭാഗ്യവശാൽ നടക്കാൻ കഴിയാതെ പോകും. അങ്ങനെ കഴിയുന്നത് രാജ്യത്തിന്റെ ദീർഘകാല ഭാവിക്ക് ദോഷകരമായി തീരും. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ തന്നെ ദുർബലപ്പെടും. അങ്ങനെ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയിട്ടുള്ള നിയമനിർമ്മാണ സഭയിലെ ജനപ്രതിനിധികളുടെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഒരു കാര്യം. അതിന് വരുംകാല ചർച്ചകൾ, ഇവിടെ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ഫെബ്രുവരി മാസം 6 മുതൽ 9 വരെ തിരുവനന്തപുരത്ത് ചേരുമ്പോൾ ആ അക്ഷരോത്സവത്തിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയത്തിൽ ഒരു പ്രധാന വിഷയമായി ഇത് പരിഗണിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾക്കറിയാം, പാർലമെന്റ് കൂടുമ്പോൾ, ഒരു ദിവസം കൂടുമ്പോൾ ചെലവഴിക്കുന്ന തുക, നിയമസഭ ചേരുമ്പോൾ ചെലവഴിക്കുന്ന തുക, കഴിഞ്ഞ പാർലമെന്റിൽ മിക്കവാറും എല്ലാ ദിവസവും ബഹളം കാരണം പിരിഞ്ഞുപോയി. പലപ്പോഴും 100 ദിവസം പോലും 70 ദിവസം പോലും സഭ ചേരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് പാർലമെന്റ്, എന്തിന് നിയമസഭ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കൽ അരുൺ ജെയ്റ്റ്ലി തന്നെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, സഭ തടസ്സപ്പെടുത്തുന്നതും ഒരു പാർലമെന്ററി പ്രക്രിയയാണ്. ഒബ്സ്ട്രക്ഷൻ അല്ലെ ഡിസ്റപ്ഷൻ ഓഫ് ദ പാർലമെന്ററി പ്രൊസീഡിംഗ്സ് ഈസ് ഓൾസോ എ മീൻസ് ഓഫ് പാർലമെന്ററി പ്രാക്ടീസ് ബൈ വിച്ച് ദ ഗവൺമെന്റ് ക്യാൻ ബി മേഡ് അക്കൗണ്ടബിൾ. ഗവൺമെന്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അക്കൗണ്ടബിൾ ആക്കി തീർക്കാൻ ചില സമയങ്ങളിൽ പാർലമെന്റ് തടസ്സപ്പെടുത്തേണ്ടതായിട്ട് വരും. ശരിയാണ്, ആവശ്യമാണ്. പക്ഷേ തുടർച്ചയായിട്ടുള്ള പാർലമെന്റിന്റെ തടസ്സപ്പെടുത്തൽ, നിയമസഭയുടെ തടസ്സപ്പെടുത്തൽ ഒരിക്കലും രാജ്യത്തിന് ഗുണകരമല്ല. അത് ഗവൺമെന്റിന് സഹായകരമാണ് എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെയാണ് നയപരമായ നിലപാടുകളിൽ ഘടനാപരമായിട്ടുള്ള മാറ്റം ആവശ്യമുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഗവൺമെന്റിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിയമങ്ങളല്ല,
പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ ഗവൺമെന്റിന് കഴിയണം. അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ, ബ്രിട്ടനിലും US-ലുമൊക്കെ ഒപ്പോസിഷൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകും. ഇവിടെ ഞാനാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ഭേദഗതികൾ അവതരിപ്പിക്കുന്നത്. ഇന്നേ വരെ ഒരൊറ്റ ഭേദഗതി ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പോസിറ്റീവ് അമെന്റ്മെന്റ് ആണെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യില്ല. ഗവൺമെന്റിന് സഹായകരമായിട്ടുള്ള അതാണൊരു ഈഗോയിസം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എന്തൊരു യൂണിലാറ്ററലിസം. അതാണോ ഡെമോക്രസി? നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ല, ഒരു ഗവൺമെന്റും അക്സെപ്റ്റ് ചെയ്യില്ല. പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുന്ന ഭേദഗതികൾ രാജ്യത്തിന് ഗുണകരമാണെങ്കിൽ, നിയമത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നതിന് സഹായകരമാണെങ്കിൽ ആ ഭേദഗതികൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ ഗവൺമെന്റിന് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സ്ഥാപിതമായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ആ നിയമങ്ങൾ പോരായ്മകളും കുറവുകളും ന്യൂനതകളും ചൂണ്ടിക്കാണിച്ചാൽ, ഭേദഗതികൾ ഉന്നയിക്കപ്പെട്ടാൽ ആ ഭേദഗതികൾ മുഖവിലേക്കെടുക്കാൻ പോലും ഇന്ന് ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. ഞാനിത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂചിപ്പിക്കുന്നത്. എനിക്കറിയാം എത്രയോ നിയമങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് കോടതിയിൽ പോയാൽ സ്ട്രക്ക് ഡൗൺ ചെയ്യും, ഇത് ശരിയല്ല, ഇത് പുനഃപരിശോധിക്കണം. ഭേദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്, ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ പോയി സ്ട്രക്ക് ഡൗൺ ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. സമയച്ചുരുക്കമുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിയമനിർമ്മാണ സഭ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിയമനിർമ്മാണ സഭ കുറെ കൂടി ഗൗരവതരമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം. സഭാ നടപടികൾ തടസ്സം കൂടാതെ നടന്നു പോകേണ്ടത് രാജ്യത്തിന്റെ പൊതു ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഒക്കെ സജീവമായി വന്നിട്ടുള്ള കാലയളവിൽ ഞാനൊരു വാചകം പാർലമെന്റിൽ പറഞ്ഞാൽ 5 മിനിറ്റ് സംസാരിച്ചാൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ദശലക്ഷക്കണക്കിന് ജനങ്ങളാണത് കാണുന്നത്, ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജനപ്രതിനിധികളുടെ അക്കൗണ്ടബിലിറ്റി, ജനപ്രതിനിധികളുടെ റെസ്പോൺസിബിലിറ്റി വർദ്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ പലപ്പോഴും ചോദിക്കും പാർലമെന്റിൽ പറഞ്ഞാലും അവരൊന്നും അക്സെപ്റ്റ്, പക്ഷെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഗവൺമെന്റ് കുറെ ഇതാവും, അലർട്ടാകും, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒരു സംശയവും വേണ്ട. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, പാർലമെന്റിൽ സഭയിൽ സംസാരിക്കുന്ന ഒരാളെ ഗവൺമെന്റ് ഗൗരവത്തോടുകൂടി കാണും. കാരണം ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുക, തർക്കം ഉന്നയിക്കുക, ഒപ്പോസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ശല്യം പരമാവധി കുറയ്ക്കാൻ ഓട്ടോമാറ്റിക്കായി ആ മണ്ഡലത്തിലെ ഏതെങ്കിലും വികസന പ്രശ്നങ്ങൾ വന്നാൽ റെപ്രസെന്റ് ചെയ്താൽ മന്ത്രിമാരും ഗവൺമെന്റും അത് പരിഗണിക്കും. അപ്പൊ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ വേണ്ട എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ മൗലികമായ ഫണ്ടമെന്റൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ലെജിസ്ലേച്ചർ is to actively take part in the proceedings of the House, in particular the lawmaking process. Number 2, to ensure that the government is accountable to the people, and further to highlight the issues concerning the people at large. ഇതാണ് ഒരു നിയമസഭാംഗത്തിന്റെ, ഒരു പാർലമെന്റ് അംഗത്തിന്റെ ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും നിർവഹിക്കുന്നതിൽ പ്രയോറിറ്റി ഉണ്ടാകണം, മുൻഗണന ഉണ്ടാകണം. അത് കഴിഞ്ഞു മതി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സാന്നിധ്യം. ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ് കൊടുത്തിട്ടുള്ളത്. ആ ചുമതലകൾ നിർവഹിക്കാൻ പ്രൈം റെസ്പോൺസിബിലിറ്റി, നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ത്? നിങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല ഏതാ? പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അത് സെക്കൻഡറിയാണ്, സപ്ലിമെന്ററിയാണ്. അപ്പൊ ആ നിലയിൽ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിയമനിർമ്മാണ സഭകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാൻ, അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിലയിലുള്ള മാറ്റങ്ങൾ 2030 അല്ലെങ്കിൽ തുടർന്ന് ഭാവിയിൽ ഉണ്ടാകുക. അതിനുള്ള പൊതു ചർച്ചകൾക്ക് വഴിതെളിക്കാൻ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന പേരിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര അക്ഷരോത്സവം ഇതൊരു വിഷയം ചർച്ചയായി കൊണ്ടുവന്നാൽ ഒരു സംശയവും വേണ്ട, അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു 5 മിനിറ്റോടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന സാധനം സത്യത്തിലല്ല, ഇന്ത്യ 2030 എന്നുള്ളതാണ്. അത് ഞാൻ ഹൈലൈറ്റ് പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ്സ് പറഞ്ഞുകൊണ്ട്
ഞാൻ അവസാനിപ്പിക്കാം. 2030 ഇന്ത്യ ഒരു പാർലമെന്റ് അംഗം അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ചില അഭിപ്രായങ്ങൾ മാത്രം, പ്രത്യേകിച്ചും മാതൃഭൂമി ദിനപത്രമാണത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഈ സെമിനാറിന് അല്ലെങ്കിൽ ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇന്ത്യ 2030 നിയമനിർമ്മാണ സഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ നാണയ റിസർവ്സ് ഉള്ള ശേഖരമുള്ള രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തെ ആവറേജ് സാമ്പത്തിക വളർച്ച 6.6% ഇന്ന് ആവറേജ് GDP ഗ്രോത്ത് റേറ്റ്. GDP എന്ന് പറഞ്ഞാൽ മൊത്തം ആഭ്യന്തര സാമ്പത്തിക വളർച്ചാ നിരക്ക്. ഇന്ത്യ ഈസ് ദ 5th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. ദിസ് ഈസ് ദ പ്രസന്റ് സിറ്റുവേഷൻ. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ മധ്യവർഗ വിഭാഗം അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സെക്കൻഡ് ലാർജസ്റ്റ് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. അത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഇഫ് യു ഗോ ത്രൂ ദ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, നമ്മുടെ ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയാണ്. 35 വയസ്സിന് താഴെയാണ് രാജ്യം. അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഇന്ത്യ ഈസ് എ യങ് നേഷൻ, സോ യു കോൺസെൻട്രേറ്റ് ഓൺ ദ യങ് അഡോളസന്റ് പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. If you are concentrating and empowering them, then India will become a powerful nation by 2047. ആദ്യം അത് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. നമ്മുടെ കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട ജനസമൂഹത്തെ അധികാരവൽക്കരിക്കാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ശാക്തിക രാഷ്ട്രമായി ഇന്ത്യക്ക് മാറാൻ കഴിയുമെന്ന് രാജ്യത്തിന് ദിശാബോധം നൽകിയ രാഷ്ട്രപതിയാണ്, ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ ഡോക്ടർ APJ അബ്ദുൽ കലാം. ബിക്കോസ് 65% of the Indian population is below the age of 35 years. 52% of the population is below 26 years. നിങ്ങളുടെ പ്രായത്തിൽപ്പെട്ടവരാണ് 52%. 26 വയസ്സിന് താഴെയുള്ളവരാണ്. ഇപ്പോൾ 144 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. അപ്പോഴും ഞാൻ ഈ പ്രസന്റ് ഇന്ത്യൻ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോഴും 22% of the people still live below poverty line. പട്ടിണി രേഖയ്ക്ക് താഴെ ഇപ്പോഴും 22% ജനങ്ങൾ ജീവിക്കുന്നു. ഇനി ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയും രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുമെന്നുണ്ടെങ്കിൽ 2030 ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അധികാര കേന്ദ്രീകരണത്തിലൂടെ രാജ്യത്തിന്റെ ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥ ദുർബലപ്പെടാനുള്ള എല്ലാ സാധ്യതകളും 2030 കാണാൻ കഴിയും. ഞാനതിന്റെ ഉദാഹരണങ്ങൾ ഇലസ്ട്രേറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. കൺസോളിഡേഷൻ ഓഫ് പവർ അറ്റ് ദ സെന്റർ, അധികാര കേന്ദ്രീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മുടെ രാജ്യം, ഞാൻ നേരത്തെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്. എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഈസ് ഡൈവേഴ്സിറ്റി, യൂണിറ്റി എമംഗ് ഡൈവേഴ്സിറ്റി. അതാണ് ഗാന്ധിജി പറഞ്ഞത്, വൈവിധ്യത്തിൽ ഏകത്വം. അതാണ് ഭാരതത്തിന്റെ, ഇന്ത്യയുടെ സൗന്ദര്യം. പ്ലൂറലിസം നമ്മുടെ ബേസിക് കൾച്ചറാണ്. വൈവിധ്യം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൈനൻ, മതമുള്ളവൻ, മതമില്ലാത്തവൻ, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും വേരോട്ടം സാധ്യമാക്കിയ ഒരു രാജ്യം. അതൊക്കെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ആ പ്ലൂറലിസത്തിൽ നിന്ന് മോണോലിത്തിക് സ്റ്റേറ്റിലേക്ക്, ഏകശിലാത്വത്തിലേക്ക് രാജ്യം പോയാൽ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായി തീരും. 2030 രാജ്യത്തിന്റെ ഫെഡറൽ ജനാധിപത്യം വലിയ ഭീഷണി നേരിടും എന്നുള്ളതാണ് ഒരാശങ്ക ഞാൻ പങ്കുവെക്കുന്നത്. 2, ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച്, ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, 2030 ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കണോമി, മൊത്തം വരുമാനമാണ് ഈ പറഞ്ഞ 5 ട്രില്യൺ. എത്ര പൂജ്യമുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരു 5 ട്രില്യൺ എക്കണോമി ആകണമെന്നുള്ളതാണ് ഗവൺമെന്റ് എൻവിസേജ് ചെയ്യുന്നത്. 2047 ആകുമ്പോൾ ഇന്ത്യ 3rd ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്, ലോകത്തെ 3ാമത്തെ ധനശക്തിയായി രാജ്യം മാറുമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്.
അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ്, USA. അവരുടെ ആഭ്യന്തര വരുമാനം 27 ട്രില്യൺ US ഡോളേഴ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചൈന 22 ട്രില്യൺ US ഡോളേഴ്സാണ്. നമ്മൾ 2030 5 ട്രില്യൺ. വ്യത്യാസം മനസ്സിലാക്കണം. there is no scope of even a comparison. ഒരു താരതമ്യ പഠനത്തിന് പോലും നമ്മൾ, പക്ഷെ നമ്മൾ വല്ലാതെ ആവേശത്തോടു കൂടി പറയുകയാണ് 5 ട്രില്യൺ. ഇപ്പൊ നമ്മുടെ എക്കണോമി 3.7 ട്രില്യൺ എക്കണോമിയാണ് ഇന്നത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഈ 5 ട്രില്യൺ എക്കണോമിയിലേക്ക് രാജ്യം പോകണമെന്നുണ്ടെങ്കിൽ വാർഷിക വളർച്ച 7 മുതൽ 8% വരെയുള്ള സാമ്പത്തിക വളർച്ച പ്രതിവർഷം ഉണ്ടായാലേ മതിയാവൂ. ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചയുടെ കണക്ക് 6.4 ആണ് ഇപ്പോഴുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണെങ്കിൽ. അപ്പൊ എത്രമാത്രം ഈ 5 ട്രില്യണിലേക്ക് പോകാമെന്നുള്ളത് പോലും നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയില്ല. ഇതാണ് 2030 രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം റാഡിക്കൽ നാഷണലിസം, തീവ്ര ദേശീയത, അല്ലെങ്കിൽ അതിന്റെ ശരിയായ വാക്ക് സമൂലമായ ദേശീയത. ഒരു പുതിയ കൺസെപ്റ്റാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. 2030 ഈ തീവ്ര ദേശീയതയുടെ, സമൂലമായ ദേശീയതയുടെ പ്രത്യാഘാതം എന്ന നിലയ്ക്ക് രാജ്യത്ത് വലിയ തോതിലുള്ള ധ്രുവീകരണം വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ തന്നെ അത് നടന്നു വരുന്നു. ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ടുള്ള, ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി നിലനിൽക്കുന്ന ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള തീവ്ര ദേശീയതയിലൂടെ ഒരു മതപരവും സാമുദായികവുമായിട്ടുള്ള ധ്രുവീകരണത്തിലേക്ക് രാജ്യം കടന്നു പോകുമോ എന്നുള്ള ആശങ്ക മൂന്നാമത്തെ വിഷയമായി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട പുതിയ പൊളിറ്റിക്കൽ ഫിനോമിന, പുതുതല്ല, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി 1991 ആരംഭിച്ചതാണ്. VP സിംഗിന്റെ കാലത്ത് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വ രാഷ്ട്രീയം. ആ സ്വത്വ രാഷ്ട്രീയവും ഒരു ഗൗരവതരമായ വിഷയമായി വരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് അത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം സാമുദായികാടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ശക്തി പ്രാപിക്കുന്നു. അത് രാജ്യത്തിന്റെ അസ്തിത്വത്തെ വല്ലാതെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് വല്ലാതെ വളർന്നു വരുന്നു എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5, ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ്. ഇന്ത്യക്ക് മാത്രമായി 2030 എൻവിസേജ് ചെയ്യാൻ ഭാവനയിൽ കാണാൻ കഴിയില്ല. 2047 ഭാവനയിൽ കാണാൻ കഴിയില്ല. കാരണം അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഗ്ലോബലൈസേഷന് ശേഷം 1990കളുടെ തുടക്കത്തിൽ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള ആഗോളീകരണം, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ പോളിസിക്ക് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മാത്രമനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സാർവദേശീയ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തെയും ബാധിക്കും. ഇപ്പൊ ഉക്രൈൻ റഷ്യ വാർ വന്നു, പെട്രോൾ ഡീസൽ പ്രൈസ് എത്രമാത്രം പോയി. നമുക്ക് ഏറ്റവും കൂടുതൽ പാചകവാതകം അല്ലെങ്കിൽ ഗ്യാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന യുക്രൈനാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. പാലസ്തീൻ ഹമാസ് യുദ്ധമുണ്ടായി. പാലസ്തീൻ ഇസ്രയേൽ യുദ്ധമുണ്ടായി. എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ പോലും ബാധിച്ചത്. അപ്പൊ ഈ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിസം അത് ഗൗരവതരമായി. കാരണം ഇപ്പോൾ നമ്മുടെ നെയ്ബർഹുഡ് രാജ്യങ്ങൾ, നമ്മുടെ എപ്പോഴും ഫോറിൻ പോളിസി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നെയ്ബർഹുഡ് പോളിസിയാണ്, അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ കഴിയാനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക രംഗത്തെ ഗൗരവതരമായ പ്രതിസന്ധികൾ, ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ 2030 എത്തുമ്പോൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 നേഷൻ 1 election. നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു. 2034 ആകുമ്പോൾ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടക്കും. അടുത്ത പാർലമെന്റിൽ 2029 പാർലമെന്റിൽ ആ പാർലമെന്റ് നിലവിൽ വന്നാൽ, അതായത് 19ാം ലോക്സഭ നിലവിൽ വരുന്ന ദിവസം പുതിയ ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ച് രാഷ്ട്രപതി ആ ലോക്സഭയുടെ കാലാവധി പ്രഖ്യാപിക്കും. 2029 പാർലമെന്റ് നിലവിൽ വരുന്ന, പാർലമെന്റ് ചേരുന്ന ആദ്യത്തെ ദിവസം രാഷ്ട്രപതി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ
അടുത്ത ലോക്സഭയുടെ കാലാവധി 5 വർഷത്തേക്കാണെന്ന് തീരുമാനിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ 2034 ആ കാലാവധി അവസാനിക്കുന്നത്. ആ 2029-നും 2034-നും ഇടയിൽ ഏത് ഗവൺമെന്റ് വീണാലും പിന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുന്ന കാലാവധി മാത്രമേ കാണൂ. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് നടക്കും. കേരള നിയമസഭയിൽ 5 വർഷം കാലാവധി. 2031 അടുത്ത ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത്. അപ്പൊ 2031 തെരഞ്ഞെടുപ്പ് നടക്കണം. പക്ഷെ ഈ ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സായാൽ 2031 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ ഗവൺമെന്റിന് 2034 വരെ മാത്രമേ കാലാവധി ഉണ്ടാകൂ. 3 വർഷം. 2034 മുതൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം ഇലക്ഷൻ നടക്കും. ഞങ്ങളൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നവരാണ്. കാരണം 1 നേഷൻ 1 ഇലക്ഷൻ, 1 നേഷൻ 1 ലാംഗ്വേജ്, 1 നേഷൻ 1 ടാക്സ്, 1 നേഷൻ 1 ഫെയ്ത്ത്. ഈ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വൈവിധ്യം മാറി ഏകശിലാത്വത്തിലേക്ക്, ഒരു മോണോലിത്തിക് സ്റ്റേറ്റിലേക്ക് രാജ്യം പോകുന്നത് വൈവിധ്യവൽകൃതമായ സംസ്കാരങ്ങളും ഭാഷകളും ആശയങ്ങളുമുള്ള ഇന്ത്യയെ പോലെ ബഹുസ്വരതയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വേറെ, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം വേറെ. ലോക്സഭയിൽ 20 സീറ്റിൽ 20 സീറ്റും കിട്ടിയതിന് ശേഷം, ലോക്സഭയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അതുപോലെ പല സമയങ്ങളിലും 20-ൽ 20 സീറ്റും കിട്ടിയതിന് ശേഷം പിന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അല്ല ജയിക്കുന്നത്, LDF ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 100 സീറ്റ് കിട്ടി, UDF-ന് 40 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പൊ മൈൻഡ് സെറ്റ് ഓഫ് ദ പീപ്പിൾ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും രണ്ടും രണ്ടാണ്. ഒരുമിച്ച് വന്നാൽ അവിടെ സൂപ്പർസീഡ് ചെയ്യുന്നത് ദേശീയ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളും സംസ്ഥാനങ്ങളുടെ യുണീക്നെസ്സും നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്, ഫെഡറൽ ജനാധിപത്യ കാഴ്ചപ്പാടിന്റെ നഗ്നമായ ലംഘനം എന്നുള്ളത് കൊണ്ടാണ് 1 നേഷൻ 1 ഇലക്ഷൻ എതിർക്കുന്നത്. അനുകൂലിക്കുന്നവരുണ്ടാകും, അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഞാൻ ആ ഡിബേറ്റിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2030 ഇന്ത്യ, 5 വർഷം കഴിയുമ്പോഴുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഫെഡറലിസം ദുർബലപ്പെടാനും വൈവിധ്യവൽകൃതമായ രാജ്യത്തിന്റെ സംസ്കാരത്തിനെതിരായിട്ടുള്ള പ്രതിലോമകരമായ പ്രത്യാഘാതങ്ങൾ രൂപപ്പെടാനും രാജ്യത്തിന്റെ സമ്പദ് വളർച്ചയിൽ പുരോഗതി ഉണ്ടാകുമെങ്കിൽ പോലും തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ, സമാധാനവും സൗഹൃദവുമുള്ള രാജ്യത്തിന് മാത്രമേ പുരോഗതിയും വളർച്ചയും കൈവരിക്കാൻ കഴിയൂ. അതിനനുസരണമായിട്ടുള്ള നയങ്ങളാണ് രൂപവൽക്കരിക്കപ്പെടേണ്ടത്. നാം നേരിടുന്ന വെല്ലുവിളികൾ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. വോട്ട് ബാങ്കിനെ ആശ്രയിച്ചിട്ടാണ് രാഷ്ട്രീയം നയങ്ങൾ രൂപീകരിക്കുന്നത്, നിലപാടുകൾ സ്വീകരിക്കുന്നത്. ശരിയല്ല എന്നാണ്. കാരണം ഇപ്പോ ഏതത് കോൺഗ്രസ് ആയാലും BJP ആയാലും ലെഫ്റ്റ് ആയാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് നേടാൻ ഫീസ് പ്രഖ്യാപിക്കുക, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക. അതല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഗുണകരം. അത് നാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. 2, കമ്മ്യൂണൽ പൊളിറ്റിക്സ്. സാമുദായികവും വർഗീയവുമായിട്ടുള്ള രാഷ്ട്രീയം. അത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന, ഭാവിയിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതെല്ലാം പരിഹരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, ഈ 2 മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ രാജ്യത്തിന് കഴിയണം. 6% ഓഫ് ദ GDP മിനിമം, മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്കും 6% ആരോഗ്യ മേഖലയ്ക്കും നീക്കിവെക്കാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകൂ. അങ്ങനെ ആരോഗ്യവും വിദ്യാഭ്യാസവും അത് രണ്ടും മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ നൈപുണ്യമുള്ള പുത്തൻ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. സ്കിൽ മാൻ പവർ, സ്കിൽ ദ യൂത്ത്. നമ്മുടെ അഡോളസന്റ് യങ് ഏജിലുള്ള പുതുതലമുറയെ സ്കിൽ ചെയ്യിപ്പിക്കുക, നൈപുണ്യമുള്ളവരാക്കി മാറ്റി തീർക്കുക. അതോടൊപ്പം രാഷ്ട്രീയമായി മതേതര ജനാധിപത്യ ബോധമുള്ള തലമുറയായി
സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രതിലോമകരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ 2030 നേരിടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡൈവേഴ്സിറ്റി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വൈവിധ്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യം. അത് വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും ആചാരത്തിന്റെ കാര്യത്തിലായാലും അനുഷ്ഠാനത്തിന്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഇന്ത്യയിലെ ബഹുസ്വരത അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഈ രാജ്യത്തിന് പുരോഗതിയും വളർച്ചയും കൈവരിക്കാൻ കഴിയൂ. ഇതെല്ലാം നയപരമായി നിയമപരമായി ചർച്ച ചെയ്യുന്ന സമിതിയാണ് നിയമനിർമ്മാണ സഭ. വൺ നേഷൻ വൺ ഇലക്ഷൻ പാർലമെന്റിന്റെ പരിഗണനയിലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നിയമനിർമ്മാണ രംഗത്ത് സൂക്ഷ്മതയോടെ മൈക്രോസ്കോപ്പിക് സ്ക്രൂട്ടിനി ഓഫ് ഈച്ച് ആൻഡ് എവറി പ്രൊവിഷൻസ് ഓഫ് ദ ബിൽ ആ നിലയിൽ ചർച്ച ചെയ്യാനും അങ്ങനെ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനും ജനക്ഷേമത്തിനും വേണ്ടി നിയമനിർമ്മാണ സഭകളെ ഉപയോഗിക്കുന്ന നിലയിൽ ഗൗരവതരമായ സമീപനം സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം. നമ്മുടെ ഭരണഘടനയിൽ ഒരു പുതുകാര്യം കൂടി പറഞ്ഞപ്പോൾ, നമ്മുടെ ഭരണഘടനയിൽ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് MPs ആൻഡ് MLAs ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ചുമതലകൾ നിയമസഭാംഗങ്ങളുടെയും പാർലമെന്റ് അംഗങ്ങളുടെയും, ചുരുക്കി പറഞ്ഞാൽ നിയമനിർമ്മാണ സഭാംഗങ്ങളുടെ ചുമതലകൾ കൂടി ഭരണഘടനാനുസൃതമായി നിർവചിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു പുതിയ നിർദ്ദേശം കൂടി മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവ വേദിയിൽ അത്തരമൊരു പുതു നിർദ്ദേശം കൂടി ഈ ചർച്ചയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം ക്ഷമയോടുകൂടി, എനിക്കറിയാം അത്ര രസകരമായിട്ടുള്ള വിഷയമല്ല, ഞാൻ വളരെ വേഗതയിലാണ് പറഞ്ഞു വന്നത്, സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ ക്ഷമയോടെ കൗതുകത്തോടു കൂടി കേട്ട എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.